മുത്തുമണികളെ എന്താ പാടേ ഇന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. അത് ഫുൾ വീഡിയോ കണ്ടോട്ട് ഒരു നഷ്ടമില്ല. നീ വീട്ടിലാട്ടോ അതിസുന്ദരനും സുന്ദരിയുമായ സൂപ്പർ വീട്, മാഷാ അല്ലാ. നമുക്ക് തക്കാരൊക്കെ ഉണ്ടായിനി, അല്ലാ ഒക്കെ കാണാൻ നമുക്ക്. അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പം നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓ മാഷാ അല്ലാ, പൊള്ളിയാ. പിന്നെ വർക്ക് എന്തൊക്കെയാണ് ചോദിച്ചപ്പം വർക്ക് ഇങ്ങനെ തൽക്കുന്ന എണ്ണി പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണെന്ന്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, അതൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ ഒക്കെ നമ്മൾ ചെയ്തു തരാറുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് വീടുണ്ടല്ലോ ഞങ്ങൾ സെറ്റ് വീട്, വേറെ ലെവലാ. ചെടികളുണ്ട്, അതിമനോഹരമായ വീട്. അങ്ങനെ നമ്മളെ വർക്ക് ചാട്ടാക്കിട്ടോ. ഫസ്റ്റ് നമ്മൾ മാറാലിട്ടണ ഐറ്റംസാണ്. അങ്ങനെ എല്ലായിടത്തുള്ള മാറാലപ്പണി ആദ്യമാണ് തീർത്ത്. ഓരോ പണികളും ഓരോന്ന് തീർത്ത പോവുക. ആദ്യം മാറാലിട്ടണ സെക്ഷനിന്. പിന്നെ നമ്മൾ നേരെ പോയത് ഓപ്പൺ ഡ്രസ്സൊക്കെയാണ്. ഓപ്പൺ ഡ്രസ്സിൽ പോയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്, അതൊക്കെ അവിടെ വരച്ചിട്ട് ഇങ്ങോട്ട് പതപ്പിച്ചിങ്ങോട്ട് കുതപ്പിച്ചാണ് വിട്ട് സെറ്റാക്കി. ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പഠിച്ചിട്ടുണ്ട് ഒഴിവാക്കും. നമ്മൾ വൈഫർ യൂസ് ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു. അത്യാവശ്യം വലിയ ഓപ്പൺ ഡ്രസ്സ് അത്. വാഷിംഗ് മെഷീനും ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ തിരുമ്പി ചിക്കൻ സ്ഥലമാണ്. സെറ്റ് ഓപ്പൺ ഡ്രസ്സാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വൈഫർ എടുത്ത് അങ്ങനെ വലിച്ച് ആ പൈപ്പ് ഓട്ട അവിടെ ചെറിയ ഓട്ട കൂടെ അങ്ങനെ വിട്ട് കുറേ നേരമായി അങ്ങനെ വിട്ട് തള്ളി അങ്ങനെ അത് കൊണ്ടുപോയി നമ്മൾ. പിന്നെ നമ്മളങ്ങനെ പോയിട്ട് വന്നിട്ട് പുറത്തെ മുൻഭാഗത്തുള്ള സിറ്റ് ഔട്ടുണ്ട്. അത് മുന്നിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ടൈലുണ്ട്. അതൊക്കെ ഒന്ന് തോത്തി മിനിങ്ങിച്ച. പിന്നെ നമ്മൾ പോയ ഉൾഭാഗത്തുള്ള ഫാന്, അതായത് ഫാൻ്റെ ഐറ്റംസൊക്കെ പോയത്. എത്രത്തോളം ഫാൻ ഉണ്ടോ അതൊക്കെ അതിനാണ് തോത്തും ഒരു വീട്ടിലുള്ള. ഇത് 2 നില വീടാട്ടോ. പിന്നെ നമ്മളിതാ എ സി ഒക്കെ തോത്തി കുട്ടപ്പനാക്കുക. അപ്പോൾ ഉള്ളിടത്തോളം എ സിൻ്റെ സെക്ഷനത്, എ സി സെക്ഷൻ പണി. പിന്നെ അടുത്ത സീലിംഗ് മേൽ ഓരോ മോഡലിനും വേണ്ടി ജിപ്സം ചെയ്തതൊക്കെ തോത്താൻ പറ്റുന്നതൊക്കെ നമ്മൾ തോത്തുക. അല്ലാത്ത തോത്തിയപ്പോൾ ആകെ പിടുത്തം. ഇത് തോത്താൻ പറ്റുന്ന അതൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കി കൊടുക്കും കേട്ടോ. പിന്നെ തൂങ്ങി കിടക്കണ ബൾബുകൾ, ലൈറ്റ്, അതിനെ തോത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ ലൈറ്റിൻ്റെ കമ്മി ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതവിടെ ഒരു മോഡലിനും വേണ്ടി വെച്ചൊരു ഐറ്റംസ്, അതിൻ്റെ പേരത്തെ നമുക്കറിയില്ല, അതൊക്കെ നമ്മളൊന്ന് തോത്തി തലോടി. പിന്നെ നമ്മൾ നേരെ പോയത് അൽമറിൻ്റെ മേലുള്ള പൊടിയൊക്കെ തട്ടി അടിച്ചേരി സെറ്റാക്കാനാട്ടോ. തോത്തി മിനുക്കുക, കണ്ടമാന പൊടിൻ്റെ അവിടെയൊക്കെ. പിന്നീട് നമ്മൾ പോയത് ഇതാ, ഇതിൻ്റെ ഉള്ളിൽ തോക്കാട്ടോ. ബേജാറാണ്ട്, ആ കളിത്തോക്ക്. അത് ബൈൻ്റെ പെട്ടിയാണ്. അപ്പോൾ അത് തോത്തി ലിവിങ്ങിലെ ഷോക്ക് വെച്ച. പിന്നെ നമ്മളിതാ മേലത്തെ കോണിൻ്റെ അജ്ജ് സെറ്റാക്കി കൊടുക്കുക തോത്തിയിട്ട്. ഗ്ലാസും മരമൊക്കെ തോത്തും, നമ്മളെ ഗ്ലാസും മരവും മൊത്തത്തിൽ സെറ്റാക്കി കൊടുക്കും. പിന്നെ നമ്മൾ വലിഞ്ഞ് പിടിച്ച് ഇവിടെ ഒരു ജനാതിലുണ്ട്, അതിമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞ് പിടിച്ച് കയറിയിട്ട് അതിൻ്റെ കമ്പികളൊക്കെ തോത്തണം. അതിൻ്റെ ചില്ല നമ്മൾ പുറത്തുനിന്നാട്ടോ തോത്തുക. അങ്ങനെ വലിഞ്ഞ് കുത്തി നമ്മളവിടെ കയറി ഒരു പുടുത്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കമ്പികളിങ്ങനെ തോത്തിക്കൊണ്ട് വെക്കുക. കമ്പി എല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് തോത്തും, ബാക്കി പുറമുള്ളൊക്കെ ചില്ലുകളൊക്കെ നമ്മൾ പുറത്ത് പോയി തോത്തും. അപ്പോൾ ആ സെക്ഷൻ തീർന്ന്. പിന്നെ അടുത്ത സെക്ഷൻ എന്താ, ഒരു ബാഹുബലി ചെറിയൊരു അൾമറുണ്ട്, അതിങ്ങോട്ട് വലിച്ച് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയാണ് നാക്കിയിട്ടേ അതിൻ്റെ ഉള്ളിലുണ്ടാവും പൊടി ഒരുപാട്. അതൊന്നും ആരും ശ്രദ്ധിക്കൂല. ഇങ്ങോട്ട് ഉന്തിയാക്കി ഒരു അരുവൊക്കെ ആക്കിയതായാലും നമ്മൾ കാണിച്ചു തരാം അതിൻ്റെ അടിയുള്ള പൊടി. ഇവിടെ അതിനത്ര പൊടികളൊന്നുമില്ല, ചില വീട്ടിലൊക്കെ പോയി നല്ലോണം പൊടി ഉണ്ടായുണ്ട്, അവിടെ കുറവാ. എങ്ങനെ ആയാലും ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. ഇതൊന്നും നമ്മളൊരു അംശം ചാടം ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് മണി നോമ്പാഞ്ഞാൽ മതി. നോമ്പിന് ക്ഷീണം കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അൾമറൊക്കെ തോത്തി സെറ്റാക്കി കൊടുക്കണേ.
പിന്നെയാണ് നമ്മളെ ചോറായിന് മോനെ ചോറിന് പോരുക പറഞ്ഞു. ഓ മാഷാ അല്ലാ, തക്കാര നല്ല ബിരിയാണിയും കോഴി പൊരിച്ചതും കോഴി വരട്ടിയതൊക്കെ ഉണ്ട്. ഓ വല്ലാത്ത മതി. പിന്നെ നമ്മൾ കഴിഞ്ഞാറെ ബിരിയാണി തിന്ന പവറിലേ ആ കട്ടിലതാ ഉന്തി തീട്ടം വണ്ടുറ്റാൽ മതി ഉറ്റി ഒരു മൂലയൊക്കെ ആക്കി നമ്മൾ കേട്ടോ. ഇനി അവിടെയുള്ള വേസ്റ്റും കാര്യമൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ അടിച്ചു തരും. പിന്നെ അതേപോലെ റിട്ടൺ നീക്കിയിട്ട് അങ്ങേപോറും അടിച്ചു തരും. അതാണ് നമ്മളെ പരിപാടി. കട്ടിനോടുള്ള വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കും. പിന്നെ അടിച്ചു തരുന്ന സെക്ഷൻ മൊത്തം അടിച്ചു തരുന്ന പണി കഴിഞ്ഞ് അങ്ങനെ അടിച്ചു തരൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ, പിന്നെ തുടപ്പണി. തുടച്ചിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, മിയാക്കുക. ഫുള്ള് തുടപ്പണി കഴിഞ്ഞ് തുടച്ച് കണ്ണടച്ചില്ലാക്കുക. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തെ ഭാഗത്ത് കണ്ടിറങ്ങി ജനവാതിൽ, ആ ടോപ്പിലെ ജനവാതിലാണ് ഞങ്ങൾ അത് തോത്തി സെറ്റാക്കാനുള്ള. അത് വേറെ ലെവലാക്കും നമ്മൾ. വെച്ചാറ് തോത്തിയില്ലായിരുന്നു ആയിക്കോട്ടെ, നമുക്കൊന്ന് ഞാൻ തോത്തിയിട്ടുണ്ട് പറഞ്ഞു ഇൻസാള്ളാറിന്. അങ്ങനെ നമ്മൾ തോത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതാ പറ്റി പിടിച്ച് ഇങ്ങനെ പോണതാ അണ്ണാങ്ങോട്ടും പോണതിരി. ഞാൻ പോയിട്ട് അവിടെ പോയി പൊളി തുറന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിൽക്കും. ഒരു കൈ ഉള്ളിൽ ലോക്ക് ഇട്ടിട്ട് ഒരു കൈ കൊണ്ടുള്ള അഭ്യാസം കേട്ടോ. ഒരു കൈ കൊണ്ടാണ് നമ്മൾ തോത്താൻ. രണ്ട് കൈ മുട്ട് തോത്തി നമ്മൾ കളിയല്ലേ, കളിയായി. അല്ലാ, ഒരു കൈ ലോക്കാക്കിയിട്ട് നമ്മളങ്ങനെ തോത്തി സെറ്റാക്കി എടുക്കും, വേറെ ലെവലാക്കും. ഞാൻ തോത്തണതോ തോത്തിക്കൊണ്ടേയിരിക്കും. എന്ത് റിസ്ക്കുള്ള നമ്മൾ ചെയ്യണം. വീട്ടുകാരെന്താ പറഞ്ഞാൽ നമ്മൾ കേൾക്കും ഇൻഷാ അല്ലാ. വീട്ടുകാരെ തിരുപ്പതിയാണ് നമ്മളെ തുറുപ്പതി. വീട്ടുകാർ ഹാപ്പിയായോ അപ്പോൾ നമ്മളും ഹാപ്പിയായി. കാരണം പൈസ തരുന്ന പോലെ ആ പൈസ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ഹലാലാണ്. അപ്പം അതിന് വേണ്ടി എന്ത് പണി നമ്മളെ തടി കാത്ത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ നമ്മളെ വെറൈറ്റി വർക്ക് നമ്മളെ വൈബ് വർക്ക് കക്കൂസ് വൈബ്. പിന്നെ കക്കൂസ് ഐറ്റംസ് പോയിട്ടോ, കക്കൂസിനം അത് ചുമരുകളൊക്കെ വരച്ചിട്ട് ഇങ്ങോട്ട് സെറ്റാക്കി കൊടുത്ത്. പിന്നെ നമ്മളെന്ത് ചെയ്ത് ക്ലോസറ്റ് ഇങ്ങോട്ട് മറ്റേ ബെൻസ് കാറൊക്കെ അതിൽ വരച്ച് വേറെ ലെവലാക്കും, നമ്മളെ കുട്ടപ്പനാക്കുക. അങ്ങനെ നമ്മളെ വൈബ് തോടാൻ ഫിനിഷ് ആകുകയാണ് മുത്തുമണികളെ. ലാസ്റ്റ് കക്കൂസേക്ക് നമ്മളുടെ വിട പറയാണ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കാണണം. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങളെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഇനിയും പ്രതീക്ഷിക്കണേ. അപ്പോൾ ഓക്കെ മുത്തുമണികളെ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളേ, മറക്കല്ലേ.